മലയാളികളുടെ പ്രിയ നടിയാണ് ചാർമിള. 90കളിൽ മലയാളത്തിലും മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലും ഒരുപോലെ സജീവമായിരുന്ന താരമായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ധനം എന്ന സിനിമയിലൂടെയാണ് നടി മലയാളത്തിലേക്ക് വരുന്നത്. വിവാഹത്തിന് ശേഷം നടി അഭിനയത്തിൽ നിന്നും കുറച്ചുനാൾ വിട്ടുനിന്നിരുന്നു. ഇപ്പോൾ താരം സിനിമയിലും സീരിയലിലുമെല്ലാം സജീവമാണ്. വിടർന്ന കണ്ണുകളും തുടുത്ത കവിളുകളും നിറഞ്ഞ ചിരിയുമായി നൃത്തം ചെയ്യുന്ന ചാർമിള സിനിമാ പ്രേമികൾക്ക് എന്നും ഒരു ഹരമായിരുന്നു. മോഹൻലാലിൻ്റെ അടക്കം നായികയായിട്ടുള്ള താരം സംവിധായകൻ ഭരതനെക്കുറിച്ചുള്ള പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അമരത്തിൽ മാധവൻ്റെ റോൾ ചെയ്ത് തന്നെയായിരുന്നു ആദ്യം തിരഞ്ഞെടുത്തതെന്ന് ചാർമിള ഇപ്പോൾ പറയുന്നത്. ശരീരം കറുപ്പിക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നും ചാർമിള അമരത്തിൽ റോൾ നിശ്ചയിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയും പറഞ്ഞു. അമരൻ സിനിമയ്ക്ക് വേണ്ടിയാണ് ഭരതൻ സാർ ആദ്യം എന്നെ വിളിച്ചത്. മാധു ചെയ്ത കഥാപാത്രം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ അദ്ദേഹം നോക്കി. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ചാർമിള ഭയങ്കര ഫെയറാണ്, പക്ഷേ അമരത്തിലെ ആ റോൾ ഒരു ഫിഷർമാൻ വുമൻ്റെ ലുക്ക് ഉണ്ടാവണമെന്നാണ്. അതുകൊണ്ട് വെയിലത്ത് നിന്ന് കറക്കണം, ശരീരത്തിന് ഇരുണ്ട നിറം വന്നാലേ ഈ സിനിമ ചെയ്യാൻ കഴിയൂ എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് വെയിലത്ത് നിന്ന് കറക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ നിറം കളയാൻ പറ്റില്ല, അതുകൊണ്ട് അമരൻ ചെയ്യാനില്ലെന്നും പറഞ്ഞു. പിന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു വേറൊരു സിനിമ ചെയ്യുന്നുണ്ടെന്ന്, നീ ഫെയറായി തന്നെ അതിൽ അഭിനയിച്ചോളാനെന്നും പറഞ്ഞു. അങ്ങനെയാണ് അത് ടീച്ചർ കഥാപാത്രമായെന്നും ഭരതൻ സാർ പറഞ്ഞത്. ആ വാക്കിലാണ് കേളി സിനിമയിൽ അഭിനയിച്ചത്. ശരീരം കറുപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഫെയറായി ഇരിക്കാനായിരുന്നു താല്പര്യം. ഞാൻ എന്തിന് കറക്കണം? ആ സമയത്ത് ഞാൻ ഒരു സിനിമയെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നില്ല.